ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത സമയത്താണ് ഈ കുഞ്ഞിപ്പെണ്ണ് നമ്മളെ ഉള്ളിൽ വളരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. ആക്ച്വലി ആ സമയത്ത് ഞാൻ നാട്ടിലല്ലായിരുന്നു, ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു. എൻ്റെ ക്ലാസ്സും ജോലിയും അങ്ങനെ ഒരു ടൈറ്റ് ബിസി ഷെഡ്യൂളിലേക്കാണ് അവളുടെ വരവ്. ഞാൻ അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആ സമയത്ത്. എൻ്റെ ബുദ്ധിമുട്ടിനേക്കാളും ഞാൻ ബുദ്ധിമുട്ടിയ എത്രയോ മടങ്ങധികം അവൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവളും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാനന്ന് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ HOD എൻ്റെ അടുത്ത് എപ്പോഴും പറയാമായിരിക്കും, നിനക്കറിയുന്നതിനേക്കാളും ലോ പോയിൻറ്റ്സ് അവൾക്കറിയുന്നുണ്ടാവും എന്നുള്ളത്. സാറ് പറയും, നീ ഇപ്പോഴല്ലേ ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയത്, അവൾ ജനിക്കുന്നതിന് മുന്നേ ഇതൊക്കെയാണ് കേൾക്കുന്നത് എന്നുള്ള തമാശ രൂപേണ പറയും. അങ്ങനെയുള്ള സമയത്താണല്ലേ നമുക്ക് നമ്മളിപ്പോൾ അമ്മ അവർക്ക് നമ്മളെത്ര സപ്പോർട്ട് ചെയ്യുന്നുള്ളത് മനസ്സിലാവുക. അതുമാത്രമല്ല, ആ ഒരു സമയത്ത് കുറേ നല്ല മനുഷ്യർ നമ്മളെ കൂടെ നിന്നിരുന്നു. അറിയുന്നതും അറിയാത്തതൊക്കെ ആയ ഒരുപാട് നല്ല മനുഷ്യർ. ഇപ്പോൾ എല്ലാവരും നമ്മൾ ഓർക്കണ ആ സംഭവങ്ങളൊക്കെ. ഇന്നിപ്പോൾ അവൾ 1ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവളുടെ മോണ്ടിസോറി അവസാന ദിവസമാണ്, കോൺവക്കേഷൻ ഡേ. സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നറിയില്ല. നമ്മളെ മക്കളൊക്കെ എത്ര പെട്ടെന്നാണല്ലേ വലുതാവണേ. ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് ഞാൻ ഇതെല്ലാം ഓർത്തെടുക്കുന്നത്. അപ്പോൾ വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്, കനീസ് മോണ്ടിസോറി കോൺവക്കേഷൻ ഡേ. Vice Principal Mrs. Jyoti Aditi, Heads of Secondary Section Mrs. Shobana C, Teaching, Non-Teaching Staff, Parents, and my അങ്ങനെ ഇപ്പോൾ ഇനാഗ്രേഷൻ സെറിമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേർക്ക് വേണ്ടി നമ്മൾ പാരൻസ് എല്ലാം വെയിറ്റിങ്ങിലാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, ഭയങ്കര സന്തോഷത്തോടുകൂടി നമ്മളെ മക്കളെ ഇങ്ങനെ കാണാൻ വേണ്ടി കുതിച്ചിരിക്കുകയാണ്. Ladies and gentlemen, please give them a huge round of applause as they proceed on the stage. കനീനെ കണ്ടോ? കനി ഒന്ന് നോക്കണോ? ഞങ്ങളൊന്ന് നോക്കണോ? Salam, Muhammad Shafi and Fatima Jumana. നോക്ക് 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 നോക്ക്, രണ്ടുപേരും നോക്കുവാ, രണ്ടുപേരും നോക്ക്. കറക്റ്റ് ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് തന്നെ വന്ന് നിന്നോട്ടെ അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ സംസാരിക്കാനും കാണാനും നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പറ്റും. കനിയുടെ അടുത്ത് നിൽക്കുന്നത് കനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സെയ്ദ്. സ്റ്റേജ് കയറാൻ റെഡിയായി നിൽക്കുകയാണ്. അവരെ പേര് വിളിക്കുന്നതും വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക. Salam, Sayyid Ali Shabir and Basaliya. Sanaz Ali P, Dr. Shabir and Shabana Bashir. Waiting take Salam, Jayesh Kumar and Rekha. സത്യത്തിൽ ഈ വ്ളോഗ്സൊക്കെ ചെയ്യാൻ പിന്നെയും നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ കുറേ മൊമെൻറ്റ്സാണ്. ഇത് നമ്മൾ അവിടെ വിട്ടിട്ട് വന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ അത്രയും നമ്മൾ വീണ്ടും ആ ഒരു ഓർമ്മകളും അത്രയും നമ്മളെ ഹാപ്പിയാക്കുകയാണ്.
അതാണ് വീണ്ടും വീണ്ടും നമുക്ക് വ്ളോഗൊക്കെ ചെയ്യാനുള്ള ഓരോ മോട്ടിവേഷൻ. അത് കഴിഞ്ഞ് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങോട്ട് വരണം. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം പിള്ളേരെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെറിയ കുട്ടികളാണ്. എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഫോട്ടോസ് എല്ലാവരെയും എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കുറച്ചധികം നേരം എടുത്തിട്ടാണ് അവർ ഫോട്ടോസ് എല്ലാം എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഫോട്ടോ സെഷനും കഴിഞ്ഞു. അടുത്തൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് ഓരോരുത്തരുടെയായി ഫോട്ടോ എടുക്കാം. ഓരോരുത്തരും അതിനു വേണ്ടി ലൈനാക്കി നിർത്തിയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ട്. ഇത്രയും കുട്ടികളുടെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഉച്ചയൊക്കെ ആവാറായി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഓരോരുത്തരെ വിളിച്ച് ഞാൻ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. ഞാൻ കുറേ അവിടെ നിർത്തി ഇവിടെ നിർത്തി അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. ഇതാണ് അവളുടെ ടീച്ചർ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി അവർക്ക് മീറ്റിംഗ് ആണ്, പാരൻസ് മീറ്റിംഗ് ആണ്. ഇതുവരെ നമ്മൾക്ക് ബുക്ക് അവർ കൊടുത്തു വിടില്ലായിരുന്നു. അപ്പോൾ ഇനി ബുക്സൊക്കെ നമ്മൾക്ക് തിരിച്ച് തരികയും ചെയ്യും. പിന്നെ വർക്ക് ചെയ്യാനുള്ളത് അടുത്ത ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ മീറ്റിങ്ങും കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവളുടെ ഫോട്ടോസൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ക്ലാസ് ഫോട്ടോ. അപ്പോഴാണ് അത് അവൾ ശ്രദ്ധിക്കുന്നത്. അതൊക്കെ കണ്ടു. നമ്മൾ തിരിച്ചു വരുമ്പോൾ അപ്പോൾ സ്റ്റേജിൽ പിന്നെ ആരുമില്ല. അങ്ങനെ ഞാൻ വീണ്ടും അവിടെയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ബുക്സൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. കുറേ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ. അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയിട്ടില്ല. സ്റ്റേജിൽ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് അവൾ ഓടി നടന്ന് അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു, ഇങ്ങനെ ഫോട്ടോ എടുക്കുക അങ്ങനെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല കുറേ ഫോട്ടോസ് കിട്ടി. ആ ഫോട്ടോസ് ഇപ്പം ഞാൻ നോക്കുമ്പോഴാണ് ഞാൻ ഇത്ര അധികം ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ എന്ന് തന്നെ മനസ്സിലാവുന്നത്. ആ സമയത്ത് അങ്ങനെയൊക്കെ എടുക്കാൻ തോന്നിയത് നന്നായി. ഇപ്പോൾ അതൊക്കെ ഭയങ്കര അവൾ വലുതാവുമ്പോൾ അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അത്രയും പ്രഷ്യസായ മൊമെൻറ്റ്സ് അല്ല അവൾക്ക് ഇതെല്ലാം. തിരിച്ചിറങ്ങാൻ നേരത്താണ് അവൾ പറയുന്നത് അവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത അന്നേരം നല്ല തിരക്കായിരുന്നു, ഇപ്പോൾ ആരുമില്ല. അപ്പോൾ അമ്മക്ക് അവിടെ പോയിട്ടും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ അവിടെ പോയി നമ്മൾ കുറച്ച് എല്ലാവരും കൂടെയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റേജും ഇവരുടെ ഈ ഡെക്കറേഷൻസും എല്ലാം ഒന്നും പറയാനില്ല, അത്ര നല്ലതായിരുന്നു. അടിപൊളിയായിട്ട് അവർ പിള്ളേരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അറേഞ്ച്മെൻറ്റ്സ് മാത്രമല്ല കോർഡിനേഷനും അടിപൊളിയായിരുന്നു. എല്ലാ കാര്യങ്ങളും പക്ക ടൈമിംഗ് ആയിരുന്നു. എല്ലാം അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് മുന്നേ തീർക്കുന്ന ഉച്ചയ്ക്ക് മുന്നേ തന്നെ തീർന്നു. ഒരു സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ല. അടിപൊളി പ്രോഗ്രാമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ഫോട്ടോ സെഷനാണ്. ഇന്ന് ഫുൾ ഫോട്ടോസ് എടുക്കുന്ന ഒരു ദിവസമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദെൻ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെല്ലാം കുറേ പാരൻസ് ഉണ്ട്. കുറേ പേരൊക്കെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. സ്കൂളിനോട് ടാറ്റയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും അവിടെ തന്നെയാണല്ലോ പഠിക്കുന്നത്. 4 പേരും ടാറ്റ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പം എൻ്റെ ഉപ്പ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടെ ഈ ബുക്സൊക്കെ എടുത്ത് ഉപ്പാനെ കാണിക്കലും ഭയങ്കര വർത്താനവും ചിരിയും കളിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. ടാറ്റാ.